ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക കൊണ്ട് നല്ല സ്വാദുള്ള കൂട്ടാൻ ഉണ്ടാക്കാം. 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തേക്കണേ. നാളികേരം അരച്ചിട്ടുണ്ടാക്കുന്ന കൂട്ടാനാണ്. വലിപ്പുണ്ടെങ്കിലും പിഞ്ചു വെണ്ടയ്ക്കാണ്. രണ്ടറ്റവും കളഞ്ഞിട്ട് ഇത്തിരി വലിപ്പത്തിൽ നുറുക്കാം. സാമ്പാറിനിടുന്ന അത്ര വലുതാവണ്ട, ഇങ്ങനെ നുറുക്കിയെടുക്കാം. ഇപ്പം എല്ലാം ആയിക്കഴിഞ്ഞു. ഇത്രയും കഷ്ണങ്ങളുണ്ട്, ഒരേ വലുപ്പത്തിൽ ആയിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നാളികേരം ചെറുകിയത് 1 മുറി. 6-7 ഉള്ളിയും കൂടി ചേർക്കാം. ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ്. ഇത് പകുതി റോസ്റ്റ് ആയ ശേഷം പൊടികൾ ചേർക്കാം, അല്ലെങ്കിൽ പൊടി കരിയുകയും ചെയ്യും, നാളികേരം മൂത്ത് കിട്ടൂല. ഇപ്പോൾ റോസ്റ്റ് നിറമായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളിടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പൊടികളും ഒന്ന് ചൂടാവട്ടെ. മല്ലിപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് വറുത്തതാണെങ്കിലും ഇപ്പോൾ ഇത്തിരി ചൂടാവണം. ഇനി ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. അരയ്ക്കാനുള്ളതാണ്. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സബോള, വെണ്ടയ്ക്ക കഷ്ണങ്ങളുടെ അത്ര തന്നെ വലുപ്പത്തിൽ നുറുക്കിയിട്ടുണ്ട് സബോള. പകുതി വഴന്നിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക ചേർത്തിട്ട് വഴറ്റാം. ഇങ്ങനെ ഇത്തിരി വഴറ്റിയിട്ട് കൂട്ടാനുണ്ടാക്കുമ്പോൾ നൂല് പോലെ വരില്ല കൂട്ടാനിൽ. ഇപ്പോൾ പാകത്തിന് വഴന്നു. പകുതി വേവായി കഴിഞ്ഞു വെണ്ടയ്ക്ക. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അരയ്ക്കാനുള്ളതിലേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. 1 നെല്ലിക്കയുടെ അത്ര വലുപ്പത്തിൽ പുളി കുതിർത്ത് പിഴിഞ്ഞതാണിത്. തിളക്കട്ടെ. ഇനി അരപ്പൊഴിച്ചിട്ട് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലോണം അരച്ചതാണ്. കട്ടിയിലാണ് അരച്ചേക്കണേ. വെള്ളം ചേർക്കാം. ഇത്ര കട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാകെ. നല്ലോണം തിളച്ചു. ഇനി ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 4 ചുവന്ന മുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില. കൂട്ടാനിലേക്ക് ഒഴിക്കാം. ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ് ഈ കൂട്ടാൻ. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.